PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അടുത്ത മാസം എന്ന് വെച്ചാൽ മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ കഴിഞ്ഞ ദിവസം നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അതിദ്രുതം മുന്നോട്ട് പോവുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചർച്ചകളാണ് ആദ്യം വന്നത്. രണ്ടുപേരാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത് UDF സ്ഥാനാർത്ഥിയാകാൻ. അതിലൊന്ന് ആര്യാടൻ ഷൗക്കത്താണ്, മറ്റൊന്ന് DCC പ്രസിഡന്റ് VS ജോയിയാണ്. VS ജോയ് സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ അത് വലിയ വാർത്തയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായി എന്നാണ് വാർത്ത. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. UDF കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഞാൻ തന്നെയായിരിക്കും എന്ന് പറയാതെ പറയുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ചെയ്തത്. അദ്ദേഹം മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണ്. അതോടൊപ്പം ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കാനുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചാണ് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം VS ജോയിയുടെ പേരിനാണ് കോൺഗ്രസ് നേതൃത്വം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിരുന്നു. അതോടുകൂടി ആര്യാടൻ ഷൗക്കത്തും കളത്തിൽ ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം സജീവമായി ജനങ്ങളെ കാണുന്ന തിരക്കിലാണ്. മാതൃഭൂമിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞില്ല എങ്കിലും സ്ഥാനാർത്ഥി നിർണയം ഒരു പ്രശ്നവുമാകില്ല എന്നും PV അൻവറിന്റെ പിന്തുണ UDF ഗുണം ചെയ്യും എന്നുമാണ് മാതൃഭൂമി ന്യൂസിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അത് നമുക്കൊന്ന് കേൾക്കാം. ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗം വളരെ സജീവമായി നിൽക്കുകയാണ്. മാത്രമല്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ പേര് ചേർക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വർക്ക് ഏകദേശം ഒരു 75% തീർന്നു. ഒരു 25% കൂടി ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും അതിൻ്റെ കമ്മിറ്റികൾ നിലവിലുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു 6 മാസം മുൻപ് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാം സജ്ജമാണ്. വാസ്തവത്തിൽ താഴെ തട്ടി ഒരു പുതിയ ബൂത്ത് ചെയർമാനെയും കൺവീനറും കൂടി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സജീവ സാന്നിധ്യമായി നിലനിൽക്കുക. ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം ഒരു വെല്ലുവിളിയാണെന്ന വിലയിരുത്തലുണ്ടോ? സ്ഥാനാർത്ഥി നിർണയം ഒരു വെല്ലുവിളിയേ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ആര് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി UDF സദാ സന്നദ്ധമാണ് എന്നതാണ്. PV അൻവറിന്റെ പിന്തുണ UDF ഗുണം ചെയ്യും തീർച്ചയായിട്ടും. ആര്യാടൻ ഷൗക്കത്ത് മാതൃഭൂമി ന്യൂസിൽ നൽകിയ അഭിമുഖമാണ് കണ്ടത്. അതോടൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. എന്ന് വെച്ചാൽ സജീവമായി ആര്യാടൻ ഷൗക്കത്ത് രംഗത്തുണ്ട് എന്നർത്ഥം. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരുകാരനാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ മുക്കും മൂലയും അദ്ദേഹത്തിന് നന്നായി അറിയാം. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ കൂടിയാണ് എന്നത് അദ്ദേഹത്തിന് അനുകൂല ഘടകം കൂടിയാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ആര്യാടൻ ഷൗക്കത്തിനോട് അത്ര വലിയ അടുപ്പമില്ല, സ്നേഹമില്ല, മമതയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ് നേതൃത്വത്തിനോട് ഇടഞ്ഞു നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ രാജിവെച്ച ഉടനെ ആരായിരിക്കും താങ്കളുടെ പിൻഗാമി എന്ന് ചോദിച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്തായിരിക്കില്ല എന്ന് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ചില പരാമർശങ്ങളടക്കം അന്ന് PV അൻവർ നടത്തുകയും ചെയ്തിരുന്നു. PV അൻവറും VS ജോയിയോട് ഒപ്പമാണ്. 2016 PV അൻവറിനെ നേരിട്ടത് ആര്യാടൻ ഷൗക്കത്തായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം എല്ലാ കാലത്തും PV അൻവറിനെതിരെ ഒളിയം പെയ്തും പ്രവർത്തിച്ചും മുന്നോട്ട് പോവുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ PV അൻവറിൻ്റെ വാക്കുകളിൽ പ്രകടവുമായിരുന്നു. മറ്റൊരു കാര്യം, ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വരണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ ക്രൈസ്തവ സ്വാധീന മേഖലയുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ക്രൈസ്തവ സമൂഹം കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു എന്ന ചർച്ച സജീവമാണ്. അതും കൂടി കണക്കിലെടുത്ത് ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ VS ജോയി സ്ഥാനാർത്ഥിയായാൽ ഗുണം ചെയ്യും എന്നും കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് VS ജോയിയുടെ പേര് കോൺഗ്രസ് നേതൃത്വം ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ ഗ്രൗണ്ടിൽ
മണ്ഡലത്തിൽ തനിക്കുള്ള സ്വാധീനം അത് ഉപയോഗപ്പെടുത്തി കോൺഗ്രസിൽ നിന്ന് സീറ്റ് പിടിച്ചു വാങ്ങാനാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മാതൃഭൂമിയിൽ വന്ന ഈ അഭിമുഖം. കാരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലാണ് വലിയ വാർത്ത വന്നത്. VS ജോയി UDF സ്ഥാനാർത്ഥിയാകും, കോൺഗ്രസ് നേതൃത്വം ധാരണയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നത്. അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് UDFനകത്ത് വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ PV അൻവറിനോടൊപ്പമുള്ളവരും VS ജോയിയെ പിന്തുണക്കുന്നവരും കാലുവാരും എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് വിഭാഗം വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ തിരിച്ചും കാലുവാരലുണ്ടാകും എന്നാണ് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിൽ UDFൽ സ്ഥാനാർത്ഥി നിർണയം അത്ര എളുപ്പമാകില്ല. ഏത് സ്ഥാനാർത്ഥി വന്നാലും അത് കോൺഗ്രസിൽ പടലപ്പിണക്കത്തിന് കാരണമാകും എന്ന് തന്നെയാണ് നിലമ്പൂരിൽ നിന്നുള്ള വാർത്തകൾ.